ഹലോ വെൽക്കം ടു ഡെയിലി ഡോസ്. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് പിസയാണ് കേട്ടോ. ഇതിലുള്ള ഫില്ലിംഗ് ആണ് ആദ്യം തയ്യാറാക്കുന്നത്. ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി അതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരുമിച്ച് ഇടരുത്, അങ്ങനെ വേറെ എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വരണം. ബോൺലെസ് ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അത് മുരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അത് കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കനും അതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിളിൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്. അതിന് ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളിവിടെ 4 ഐറ്റം വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്: സവാള, ക്യാബേജ്, ക്യാപ്സിക്കം ആൻഡ് ക്യാരറ്റ്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ. ഇനി ഇങ്ങനെ വഴറ്റാതെയും നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും, അങ്ങനെയും ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികൾക്കൊന്നും അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് പിസയ്ക്ക് ഒന്നുകൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഉപ്പും കുരുമുളകും നന്നായിട്ട് മിക്സ് ആവണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് പിസ്സ സോസാണ്. അതിലേക്ക് 3 സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എരിവിനനുസരിച്ച്, കൂടുതൽ എരിവാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഒരു 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഫില്ലിങ്സുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ മേക്ക് ചെയ്യാം. ഇത് ഓവനിലുള്ള ട്രേ ആണ്. ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡ് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. ഞാനിവിടെ ഒരു 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പിസ്സ സോസ് അതിന് മുകളിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. മൊത്തത്തിൽ പുരട്ടി കൊടുക്കാം കേട്ടോ, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. സോസ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. അളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പ്രൊസീജിയർ ഒരുപോലെ ആയാൽ മതി. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ചീസാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ഷോർട്ട്ലി പീസ്ഡ് ചീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചീസ് എല്ലായിടത്തും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ വെജിറ്റബിൾ ഫില്ലിങ് നമ്മളിതിൻ്റെ മുകളിലേക്ക് എല്ലാ ബ്രെഡ് പീസിൻ്റെയും മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. മുകളിലേക്ക് ഓരോ പീസിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓരോ പീസിലും അത്യാവശ്യം വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചീസ് അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൂല് പോലെ കിട്ടുന്നെങ്കിൽ ചീസ് നന്നായിട്ട് ആവശ്യമാണ്. ഇനി ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്യുന്നുണ്ട്. എരിവിനനുസരിച്ച് തന്നെ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 160 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. കൂടുതൽ സമയമൊന്നും വേണ്ട, അതൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയം അത്രയും മതി, ഒരു 3 to 4 മിനിറ്റ്. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോ പീസസ് ആയിട്ട് സെർവ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പിസ്സയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും.
അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി പിസ്സ കൂടിയാണ്. സോ മസ്റ്റ് ട്രൈ.